വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. തണുത്ത് വിറച്ച് മൂന്നാറിൽ താപനില 0-നും താഴെ. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില. ദേവികുളം, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ താപനില 0. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ബിനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മൂന്നാർ തണുത്ത് വിറച്ചിരിക്കുകയാണെന്നൊരു വാർത്തയാണ് വരുന്നത്. താപനില 0-നും താഴെയാണ്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും കൊടും തണുപ്പാണോ അവിടെ? അരുണ, തീർച്ചയായിട്ടും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത്. നല്ല തണുപ്പാണുള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് മൂന്നാറെല്ലാം തന്നെ 0 ഡിഗ്രിയായി. അരുവിക്കാട് സ്റ്റേറ്റ് സ്ഥലത്ത് 1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, വാഹനങ്ങളുടെ മുകളിലെല്ലാം തന്നെ മഞ്ഞ് ഐസ് കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പല വാഹനങ്ങളും രാവിലെ, ഡീസൽ വാഹനങ്ങളൊക്കെ രാവിലെ സ്റ്റാർട്ടിങ് പോലും ആകത്തില്ല. പിന്നീട് ആ വാഹനങ്ങൾ അല്പനേരം വെയിലത്ത് കിടന്നാൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. കൂടാതെ രാവിലെ തൊഴിലിന് പോകുന്ന ആളുകൾക്കാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം കൈ ഫുള്ളും മരവെച്ച് നമുക്ക് ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് തെന്മല, ചെണ്ടുവാര, നല്ലതണ്ണി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ 3 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്നായപ്പോൾ അരുവിക്കാട് 1 ഡിഗ്രി സെൽഷ്യസും അതോടൊപ്പം തന്നെ മൂന്നാർ 0 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിലാണെങ്കിൽ തന്നെയും വീടിന് പുറത്തേക്ക് ഇറങ്ങുമെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോട്ടൊക്കെ ഇട്ടാണ് പുറത്തേക്ക് കോട്ടിട്ടാൽ തന്നെയും അതിലേറെ രൂക്ഷമായ തണുപ്പാണ്. കൈകളെല്ലാം മരവിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. ഏതായാലും വരും ദിവസങ്ങളിൽ വീണ്ടും ഈ തണുപ്പ് കാറ്റിന് വേറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് 0 ഡിഗ്രിയിൽ എത്തുന്നുണ്ട്. ഇത് മൈനസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. രാവിലെ ഈതറ്റ വാഹനങ്ങൾക്ക് മുകളിലെല്ലാം തന്നെ ഐസ് കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം. പല വാഹനങ്ങളും ഈ ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ രാവിലെ സ്റ്റാർട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ തണുത്തുറഞ്ഞു പോയി ഡീസലെല്ലാം തണുത്തുറഞ്ഞു പോയിട്ട് അല്പനേരം വലിയൊരു ശ്രമം കൊണ്ടായിരിക്കും പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. വെയിലത്തെല്ലാം നിർത്തി നല്ല ചൂട് ഏറ്റ ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക എന്നതാണ് വാസ്തവം. ഏതായാലും വലിയ രീതിയിലുള്ള തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ സഞ്ചാരികൾ ഇന്ന് മൂന്നാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റൂമെല്ലാം ഫുള്ളാണ്. സഞ്ചാരികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ ഉള്ളതുകൊണ്ട് തന്നെ 3 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ ഈ തണുപ്പ് ആസ്വദിക്കാൻ തന്നെ നിരവധി സഞ്ചാരികൾ മൂന്നാറിലെത്തി. ഇന്നും നാളെയെല്ലാം തന്നെ മൂന്നാറിൽ ഒരു റൂമും ഒഴിവില്ല. എല്ലാ റൂമും സഞ്ചാരികളാൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തണുപ്പ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇങ്ങെത്തുന്നത്. രാവിലെ ആകുമ്പോൾ പ്രഭാതം കാണാൻ തന്നെ വലിയൊരു അതിശയക്കാഴ്ചയാണ്. പല സ്ഥലങ്ങളിലും മഞ്ഞ പുൽമേടുകളിൽ വീണ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഇത് ആസ്വദിക്കാൻ തന്നെ മൂന്നാറിലേക്ക് ധാരാളമായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ് ബിനോയ്. മൂന്നാറൊക്കെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. മൂന്നാറിലെ താപനില 0-നും താഴെ എത്തിയിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് ഇപ്പോൾ മൂന്നാർ നിൽക്കുന്നത്. ദേവികുളം, നല്ലതണ്ണി, മൂന്നാർ മേഖലകൾ താപനില 0-മാണ്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ മഞ്ഞ് പൊഴിയുന്നൊരവസ്ഥയൊക്കെയാണ്. വിനോദസഞ്ചാര മേഖലയായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ്. മൂന്നാറിലെ എല്ലാ റൂമുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു വിവരമാണ് നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. തണുത്ത് വിറച്ചിരിക്കുകയാണ് മൂന്നാർ. താപനില 0-നും താഴെയാണ് എത്തിയിരിക്കുന്നത്. സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇപ്പോൾ മൂന്നാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവികുളം, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ താപനില 0-ൽ നിൽക്കുകയാണ്. മഞ്ഞ് പൊഴിയുന്ന ഒരു സാഹചര്യമാണിപ്പോൾ മൂന്നാറിലുള്ളത്. വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് നല്ല ഒരു കാഴ്ച തന്നെയാണ് മൂന്നാറിൽ ഒരുക്കിയിരിക്കുന്നത്. അതിശൈത്യമെന്നൊക്കെ തന്നെ പറയാം. മൂന്നാർ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു താപനില നോക്കുകയാണെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ നിന്നിരുന്നത്. ഇപ്പോൾ അത് 0-ന് താഴെ വന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ചെണ്ടുവര, ദേവികുളം എന്നിവിടങ്ങളിൽ 5 ഡിഗ്രിയും 7 മലയിൽ 6 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായിരുന്നു. കഴിഞ്ഞ ദിവസം 3 ഡിഗ്രി ആണെങ്കിൽ ഇന്നത് 0-ന് താഴെ വന്നിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ മൂന്നാർ. വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ശൈത്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് ഇപ്പോൾ മൂന്നാറിൽ ഉള്ളത്. പുൽമേടുകളൊക്കെ മഞ്ഞ് മൂടിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മൂന്നാറിലെ ഹോട്ടലുകളെല്ലാം ബുക്കിങ്ങിലാണെന്നാണ് റിപ്പോർട്ടർ പറയുന്നത്.
ദേവികുളം, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ താപനില 0 കഠിനമായ ശൈത്യമാണ് ഇപ്പോൾ മൂന്നാർ മേഖലയിലുള്ളത്. മൂന്നാർ സ്വദേശി പ്രദേശവാസിയായിട്ടുള്ള സോജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോജൻ, മൂന്നാറിലെ അവസ്ഥ എങ്ങനെയാണ്? കൊടും തണുപ്പാണോ? ഇപ്പം താപനില 0 താഴെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ? മൂന്നാറ് തണുത്ത് വിറയ്ക്കുകയാണ്. തണുത്ത് വിറയ്ക്കുന്നതിനെ മഞ്ഞിൽ കുതിർന്ന മൂന്നാർന്നോ തണുപ്പിൽ മൂടിയ മൂന്നാർന്ന് പറയാം. രാവിലെ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ കൈയും മനസ്സും ശരീരവും മുഴുവൻ അങ്ങനെ സ്റ്റിഫായി പോവുകയാണ് തണുപ്പ് കൊണ്ട്. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ വെയിലായി. ഇപ്പൊ 8 മണിയായപ്പോ വെയിലായപ്പോ ഒരുവിധ ആശ്വാസമുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഇത്രയും നാളും ഇല്ലാത്തൊരു വലിയ തണുപ്പിലേക്ക് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. രസമാണ്, സുന്ദരമാണ്, അതിമനോഹരമാണ്. ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് മൂന്നാർ കടന്നു പോകുന്നത്. വിനോദസഞ്ചാരികളൊക്കെ കൂടുതൽ എത്തുന്നുണ്ടോ? ഇഷ്ടം പോലെ വരുന്നു. ഈ തണുപ്പ് ആസ്വദിക്കാൻ തന്നെയായിട്ട് രാവിലെ 5 മണി കഴിയുമ്പോൾ തന്നെ വിനോദസഞ്ചാരികൾ ഇറങ്ങുകയാണ് ഇങ്ങനെ ഈ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുമാണ്. തണുപ്പ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തേനേക്കാൾ ഇന്നും നല്ല തണുപ്പ്. പക്ഷെ 8 മണിയാകുമ്പോൾ വെയിൽ വരുമ്പോൾ ആ തണുപ്പ് അങ്ങോട്ട് മാറുന്നു. ഇപ്പം 0 താഴെയാണല്ലോ താപനില എത്തിയിരിക്കുന്നത്. അപ്പോ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥകളോ പ്രദേശവാസികൾ എന്ന നിലയിൽ എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ഈ പ്രായമായവർക്ക് അത് പ്രശ്നം ഉണ്ടാകുന്നു. പ്രായമായവർക്ക് ഈ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ അത് കാരണം തന്നെ ആൾക്കാർ കമ്പിളിയുടെ അടയ്ക്കുന്ന എഴുന്നേക്കാൻ ഒരുപാട് താമസിക്കുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ തണുപ്പിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗങ്ങള്, പൊടിക്കൈകളോ അങ്ങനെ എന്തെങ്കിലും പരീക്ഷിക്കാറുണ്ടോ? എല്ലാവരും സെറ്റും സാധനങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതാണ് വേഷം. തലയും ചെവിയും ഒക്കെ മൂടിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ് മൂന്നാറുകാരെല്ലാവരും. തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല. മഞ്ഞ് പൊഴിയുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു പ്രത്യേകത, ഓരോ ഭാഗത്തിനും തണുപ്പിന്റെ വ്യത്യാസമുണ്ട്. ഈ 3 നദികളുണ്ടല്ലോ നമ്മുടെ പുഴകളോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൈനസ് ആയിട്ട് വരികയാണ്. അതാണ് ഈ പ്രദേശങ്ങളില് ഇപ്പം കന്നിമല ഭാഗത്താണെങ്കിലും നല്ലതണ്ണി ഭാഗത്താണെങ്കിലും പഴയ മൂന്നാർ ഭാഗത്തൊക്കെ ആണെങ്കിലും ആ തണുപ്പ് കൂടുന്നതിന്റെ ഒരു കാരണം അതാണ്. കുണ്ടള ഏരിയ. അപ്പൊ ഈ വെള്ളമുള്ള സ്ഥലത്ത് -ഡിഗ്രി കൂടുതൽ കാണിക്കുന്നുണ്ട് വെള്ളത്തിന്റെ തണുപ്പും. ഓക്കെ. ഇപ്പൊ സോജൻ നിൽക്കുന്ന ഭാഗം ഏതാണ്? അവിടുത്തെ കാലാവസ്ഥ എത്ര ഡിഗ്രിയാണ്? ഞാൻ മൂന്നാർ ഇക്കാനഗറിലാണ് നമ്മൾ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇക്കാനഗറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ ചെറിയ ഒരു തോടുണ്ട്. അല്ലാതെ രാവിലെ ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പൊ വെയിൽ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ശരി, നമുക്കൊപ്പം സോജനാണ്, പ്രദേശവാസിയായ സോജനാണ് നമുക്കൊപ്പം ചേർന്നത്. മൂന്നാർ തണുത്ത് വിറച്ചിരിക്കുകയാണ്. താപനില 0 താഴെ എത്തിയിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ദേവികുളം, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ താപനില 0 വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയും പ്രദേശവാസിയായ സോജനുമായിരുന്നു.